ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് സർവകലാശാല 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മെയ് 18 മുതൽ ജൂൺ 1 വരെയാണ് ബിരുദ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ വർഷത്തെ ബിരുദ പ്രവേശനത്തിന് വേണ്ടിയിട്ട് എങ്ങനെ അപേക്ഷിക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ വർഷം ബിരുദ പ്രവേശനത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്ന് വരുന്ന അഡ്മിഷൻ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ അഡ്മിഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uc.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് ഓപ്പണായി വരുമ്പോൾ മുകൾ ഭാഗത്ത് അഡ്മിഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് FYUGP 2024 അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. തുടർന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം 2024-25 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തേക്കായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ പ്രക്രിയയുടെ അല്ലെങ്കിൽ ഓൺലൈൻ അപേക്ഷാ നടപടിക്രമങ്ങളുടെ നോട്ടിഫിക്കേഷനും പ്രോസ്പെക്ട്സും പ്രസ് റിലീസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ വിശദമായിട്ട് നിങ്ങൾ ഈ പ്രോസ്പെക്ട്സും പ്രസ് റിലീസും നോട്ടിഫിക്കേഷനും ഒക്കെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയോ ഒക്കെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സൗകര്യങ്ങളായിട്ടുള്ള ഇൻ്റർനെറ്റ് കഫേ, അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുള്ളവരെ ആശ്രയിച്ചും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റ് കഫേയൊക്കെ ആശ്രയിച്ചാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെച്ച് തന്നെ അപേക്ഷ സമർപ്പിക്കുക. തുടർന്നുള്ള അഡ്മിഷൻ പ്രക്രിയയുടെ ബാക്കി വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിലായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നിങ്ങളുടെ കൈവശമില്ലാത്ത മൊബൈൽ നമ്പറോ മെയിൽ ഐ ഡിയോ അഡ്മിഷൻ പ്രക്രിയയിൽ കൊടുക്കരുത്. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ വന്നിട്ട് അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നായിട്ട് നോക്കി മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഏതൊക്കെ കോഴ്സുകളുണ്ട്, ഏതൊക്കെ കോളേജുകൾക്കാണ് അകത്താണ് ഈ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്. അതിനും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിനകത്ത് വന്നിട്ട് താഴെ ഭാഗത്ത് പോയിട്ട് കോഴ്സസ് എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി വയ്ക്കുക. നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ച് അതിനുശേഷം മാത്രം അഡ്മിഷൻ പ്രക്രിയയിലേക്ക് കടക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് 1 മുതൽ ബാക്കി എത്രയാണോ ഓപ്ഷനുകൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അത്രയും ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോളേജുകളും കോഴ്സുകളും ചേർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഈ അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്ലൈ ചെയ്യാനുള്ള ഒരു വിൻഡോയിലേക്ക് പോകും. അവിടെ ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസും ഇൻസ്ട്രക്ഷൻസും എല്ലാം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് നിങ്ങൾ വന്നിട്ട് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഭാഗത്തേക്ക് പോകുന്നത്. അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സൈൻ അപ്പ് ചെയ്യണം. ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്താൽ നിങ്ങൾക്ക് KPID ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഡാറ്റ എല്ലാം അടിച്ചു കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം വന്നിട്ട് നിങ്ങളുടെ KPIDയും സെക്യൂരിറ്റിയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ പ്രോസ്പെക്ട്സും നോട്ടിഫിക്കേഷനും ഒക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഞാൻ എന്തായാലും നോട്ടിഫിക്കേഷൻ തുറന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനകത്ത് ഫീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. SC/ST വിദ്യാർത്ഥികൾക്ക് 195 രൂപയും അല്ലാത്ത ജനറൽ OBC കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 470 രൂപയുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മെയ് 18 മുതൽ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ജൂൺ 1 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് ആയിട്ട് പറയുന്നത്. ഇത് ചിലപ്പോൾ നീളമായിരിക്കും, എന്നാലും എല്ലാവരും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സൈറ്റൊക്കെ ഹാങ് ആവാനും അതുപോലെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അവസാനം മുമ്പേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കോളേജുകളും കോഴ്സുകളും കൃത്യമായി നോക്കി മനസ്സിലാക്കണം. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും നേരെ അഡ്മിഷൻ വിൻഡോയിലേക്ക് കടന്ന് ഏതെങ്കിലും കോഴ്സുകളും കോളേജുകളും സെലക്ട് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ അവിടെ കുറയുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇത് കാണുന്നുണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സും അതുപോലെ തന്നെ പ്രോഗ്രാമും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ആ കോഴ്സുകളിലേക്കുള്ള ഇൻഡെക്സ് മാർക്കുകൾ എത്രത്തോളമാണ് കിട്ടിയിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനിപ്പോൾ BA എക്കണോമിക്സിൻ്റെ മാർക്കൊന്ന് കാണിച്ചു തരാം. മലപ്പുറം ജില്ലയിൽ BA എക്കണോമിക്സിൽ UG ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ വിവിധ കോളേജുകൾക്കകത്ത് എത്രത്തോളമാണ് ഓരോ കാറ്റഗറിയിലും ഇൻഡെക്സ് മാർക്കുകൾ അവർക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാവും. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ സെലക്ട് ചെയ്താൽ
കൂടുതൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ എല്ലാ വർഷവും പറയുന്നതാണ്. ഇനി ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഞാൻ മുൻപും ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് മാർക്ക് ജിബിൻ ചെമ്പർശ്ശേരി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പരമാവധി എല്ലാവരുടെയും സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.